ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പതിവിനേക്കാളും നല്ലോണം നേരത്തെ എണീറ്റിട്ടുണ്ട്. ഒരു 4-4:30 എണീറ്റു. പാല് നോക്കിയപ്പോഴേ ഫ്രിഡ്ജിൽ പാലുണ്ടായിരുന്നില്ല. വാവച്ചിക്ക് ക്ലാസ് ഇല്ലാത്ത കാരണം ആൾ പാലൊക്കെ എടുത്തിട്ട് പകൽ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കട്ടൻ ചായയൊക്കെ വെച്ചു. പിന്നെ റേഷൻ്റെ വെള്ളരി വിജാഷേട്ടൻ ഇന്നലെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം റേഷൻ്റെ അരി തന്നെയാണ് ഞാൻ കാലത്ത് വെച്ചത്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ പരിപ്പൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ചീര ഉണ്ടായിരുന്നു, നാളെ അരിഞ്ഞ് വെച്ചില്ലേ, കുറച്ച് ചീര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചീരയും അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി അരച്ചെടുക്കണം. അതിന് ശേഷം ഞാൻ വേഗം കട്ടൻ ചായ അരിച്ചെടുത്തു. പിന്നെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ അരയ്ക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ നാളികേരവും പിന്നെ ഇത്തിരി ഈസ്റ്റും പഞ്ചസാരയും പിന്നെ കുറച്ച് ചോറിട്ടു. അതൊക്കെ കൂടിയിട്ട് അരച്ചിട്ട് ഇത്തിരി ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കലക്കി വെച്ചാൽ മതി. എൻ്റെ വിചാരം തലേ ദിവസം തന്നെ അരച്ച് വെച്ചാലാണ് വെള്ളയപ്പമൊക്കെ ശരിയായി കിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ചേച്ചി നാൾ പറഞ്ഞു അരമണിക്കൂർ മുമ്പ് അരച്ച് വെച്ചാൽ മതി, വെള്ളയപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ട് നീ കറി എന്താ വെച്ചാൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ കാലത്ത് തന്നെയാണ് അരച്ച് വെച്ചത്. പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ വെറുതെ ചട്നിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവ് ഞാനൊരു പ്ലേറ്റിൽ ഇറക്കി വെച്ചത് എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പൊന്തിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടേ പിന്നെ ഞാൻ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നിട്ട് മണിക്കൂട്ടന് കുളിക്കാനുള്ള വെള്ളവും വെച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോഴേ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചീരയൊക്കെ ഇട്ടിട്ട് അന്ന് വേവിച്ചതിന് ശേഷം വേഗം ഞാൻ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച് അത് മുളകൊക്കെ ഇട്ടിട്ട് വെച്ചതിന് ശേഷമാണ് പോയത്. പിന്നെ ഞാനൊരു മാങ്ങ ചമ്മന്തി അരച്ചു. മാങ്ങി നാളികേരും നല്ല കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചു. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോറാക്കി മതി. എന്നിട്ട് പിന്നെ എനിക്ക് ജോലിക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വിജയശേട്ടൻ പോണ വഴിക്ക് അവനെ സ്കൂളിൽ ഇറക്കാമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്തണം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെന്നോട് തിരക്ക് പിടിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 6:45 ആയപ്പോഴാണ് അമ്പലത്തിലേക്ക് പോയത്. പിന്നെ വീടിൻ്റെ അവിടെ നിന്ന് നടന്ന് പോകാനുള്ള ദൂരം തന്നെയുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് തിരക്കുണ്ടല്ലോ, അത് കാരണമാണ് ഞാനും മണിക്കൂട്ടനും കൂടി വണ്ടിയുമ്പോൾ പോയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ശിവൻ്റെ അവിടെ തൊഴുതു. ശിവൻ്റെ അവിടെ തൊഴുതതിന് ശേഷം ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തൊഴുതതിന് ശേഷം അമ്പലമൊക്കെ പ്രദക്ഷിണം വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അവന് ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാനായിട്ട്. പിന്നെ ഞാൻ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ചു. അവനും പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു. ഞാനും തൊട്ടതിന് ശേഷം തൊട്ടപ്പുറത്ത് തന്നെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അയ്യപ്പനും ദേവിയൊക്കെ ഉണ്ട്. അവിടെ തൊഴുതതിന് ശേഷം ഒരു എള്ളുകിഴിയൊക്കെ കത്തിച്ചു. അവനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, പുറത്തേക്കൊക്കെ ഇറങ്ങി ഞങ്ങളങ്ങനെ നേരെ വീട്ടിൽ പോവാണ്. വീട്ടിലെത്തിയിട്ട് ഞാൻ വേഗം വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി. വെള്ളയപ്പവും ചായയും അവനും വിജയശേട്ടനൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും 2 വെള്ളയപ്പൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പരീക്ഷയൊക്കെ നന്നായി എഴുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എൻ്റെ മോൻ എന്നെക്കാളും വലുതായി. എനിക്ക് നല്ല സങ്കടം തോന്നി. സങ്കടം എന്ന് വെച്ചാൽ അവൻ വലിയ ചെക്കനായില്ലോ, നമ്മുടെ ചെറുപ്പമൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിജയശേട്ടനും അവനൊരു ഉമ്മയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലെ ധാര കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാവച്ചിക്ക് കൊടുത്ത് ഞങ്ങളങ്ങനെ ജോലിക്ക് പോവാണ്.